അപ്പൊ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആഗ്രയിലുള്ള ആഗ്ര കോട്ട കാണാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സമയം നമുക്കിവിടെ ചെലവഴിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓടിച്ചിട്ടുള്ളത് വളരെ വേഗതയേറിയ ഒരു കാഴ്ചയായിരിക്കും നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. നോക്കി ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ നിറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ചരിത്രവും പ്രണയവും ഇങ്ങനെ ഇഴപിടഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. മുംതാസിന്റെയും ഷാജഹാന്റെയും പ്രണയം, അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ചരിത്രം, ഇത് രണ്ടും ഇങ്ങനെ ഇഴചേർന്നിരിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്കിനി കാഴ്ചകളിലൂടെ പോയി യാഥാർത്ഥ്യങ്ങളും ചരിത്രവും പ്രണയവും നമ്മൾ ആഗ്രയിലുള്ള ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. വളരെ വിശാലമായിട്ട് ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന ഈ ഫോർട്ടിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വ്ലോഗിൽ. വരും, നമുക്ക് ഒരുമിച്ച് പോയി ഇപ്പോൾ നമ്മൾ ഷാജഹാന്റെ ജയിൽ തടവറയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. വരും. ഷാജഹാന്റെ മകനായ ഔറംഗസീബ് 8 വർഷമാണ്, അതായത് നമ്മളുടെ ഷാജഹാനെ വീട്ടു തടവിലാക്കിയത്. എനിക്ക് തോന്നുന്നു ഇതാണ് തടങ്ക് എന്ന് പറയുന്നത്. ഈ തടങ്കിലാണ് ഷാജഹാൻ കഴിഞ്ഞ 8 വർഷം തന്റെ അവസാന കാലഘട്ടത്തിൽ താമസിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ വയസ്സായിട്ട് നമ്മൾ ഏകദേശം 70 വയസ്സൊക്കെ ആയ സമയത്ത് കണ്ണിന്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് മകൾ ഒരു രത്നം കൊണ്ട് ഒരു റിഫ്ലക്ഷൻ, താജ്മഹലിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് അവർ കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ താജ്മഹൽ എന്ന് പറയുന്നത് ഒരു എൻലെസ് ലവ് സ്റ്റോറിയാണ്. അനശ്വരമായിട്ടുള്ള പ്രണയത്തിന്റെ അടയാളമാണ്. അതിന്റെ ഹിസ്റ്ററി മുഴുവൻ ഇരിക്കുന്നത് ഈ ആഗ്ര ഫോർട്ടിലും. കല്ലുകളൊക്കെ
ആഗ്ര ഫോർട്ടിലെ ഓരോ ഗസ്റ്റ് റൂംസ് ആണ് ഈ കാണുന്നത്. ഇത് ഭംഗിയാണ്, ഈ കൊത്തുപണികളും എല്ലാം കൊണ്ട് നല്ല ഭംഗിയുള്ള വാതിലുകളൊക്കെയാണ്. നമ്മൾ കാണുന്ന ഈ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഓരോ മുറികളും അന്നത്തെ മന്ത്രിമാർ താമസിച്ചിരുന്ന റൂമുകളാണ്. ഇതൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണമൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ച സ്ഥലം. ഈ ഭാഗം മുഴുവനും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, മന്ത്രിമാർ ഉൾപ്പെടെ വരുന്നവർ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗമാണ്, അതായത് രാജാവിന് ജനങ്ങളെ കാണാനുള്ള സ്ഥലമാണിത്. സെൻട്രൽ പോർഷനിലാണ് രാജാവ് ഇരിക്കുന്നത്, മറ്റു ഭാഗങ്ങളിൽ മന്ത്രിയും പ്രധാനപ്പെട്ട വ്യക്തിയും ഇരിക്കുന്നു. പിന്നെ ഇവിടെ മുഴുവനും ജനങ്ങളിരിക്കും. രാജാവിനെ ജനങ്ങൾക്ക് എവിടെ നിന്നാലും കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ആഗ്ര ഫോർട്ടിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ ഓടിച്ചിട്ട് കാണേണ്ട ഒരു കാഴ്ചയല്ല. കൃത്യമായിട്ടുള്ള ചരിത്രങ്ങൾ അറിഞ്ഞ് അത് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി വേണം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. അതിന് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും പോരാ. സത്യത്തിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഇവിടെ ചെലവഴിക്കാനുണ്ട്. കാരണം നമ്മുടെ ചരിത്രം അത്രമാത്രം തുടിക്കുന്ന ഒരു സ്ഥലമാണ് ആഗ്രയിലുള്ള ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഉദ്യാനത്തിന്റെ സൗന്ദര്യം പോലെ തന്നെയാണ് ഈ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളുണ്ട്. അവിടെ പ്രണയമുണ്ട്, അവിടെ യാഥാർത്ഥ്യങ്ങളുണ്ട്, അവിടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, വളർത്തുമൃഗങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ചരിത്രം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.